പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ വാർത്ത, കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ പുതിയൊരു സൈനിങ് നടത്തിയിട്ടുണ്ട്. മാർക്കസ് അടക്കമുള്ള റിപ്പോർട്ടേഴ്സ് വ്യക്തമാക്കുന്നതനുസരിച്ച് ഒരു ഗോൾ കീപ്പറിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിരിക്കുന്നത്. മാർക്കസ് മെർഗ്ലാവ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഒരു ഗോൾ കീപ്പറിന്റെ സൈനിങ് കംപ്ലീറ്റ് ആക്കും. താരം ടേംസ് ഒക്കെ അഗ്രി ചെയ്തിട്ടുണ്ട് എന്നും മാത്രമല്ല സൈനിങ് ഒന്നും ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുമാണ് മാർക്കസ് ഈ ഒരു റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുകൂടാതെ ഒരുപാട് യുവതാരങ്ങളുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ചർച്ചകൾ നടത്തുന്നുണ്ട് എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഐ ലീഗിലെ ക്ലബ്ബായിട്ടുള്ള ഐസ്വാളിൽ നിന്നും ഒരു താരത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സിന് സ്വന്തമാക്കാനായിട്ട് താല്പര്യമുണ്ട് എന്ന റൂമറുകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അപ്ഡേറ്റുകൾ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും. മറ്റൊരു കാര്യം, ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു താരമായിരുന്നു ലാറ ശർമ്മ. വളരെ കുറച്ച് മത്സരങ്ങളിലെ ലാറ ശർമ്മയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കാനായിട്ട് അവസരം ലഭിച്ചിരുന്നെങ്കിലും താരം മികച്ച പ്രകടനം തന്നെ പുറത്തെടുത്തിരുന്നു. നിലവിൽ ലഭിച്ചുള്ള വാർത്ത അനുസരിച്ച് ലാറ ശർമ്മ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനോടൊപ്പം ഉണ്ടായേക്കില്ല. താരം കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിട്ടേക്കുമെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ലോൺ അടിസ്ഥാനത്തിലായിരുന്നു ഈ ഒരു താരത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സ് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്ത സീസണിൽ എന്തായാലും ഈ ഒരു ഗോൾ കീപ്പർ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനോടൊപ്പം ഉണ്ടായേക്കില്ല എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ്. അടുത്തൊരു വാർത്ത, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ കോച്ചുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ഒരുപാട് റൂമറുകളാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈയിടയ്ക്ക് വന്നിരുന്ന ഒരു റൂമറായിരുന്നു മോഹൻ ബഗാന്റെയും അതുപോലെ തന്നെ FC ഗോവയുടെയും ഒക്കെ കോച്ചായിരുന്ന ഇവാൻ ഫെറാണ്ടോ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്നുള്ളത്. ഒരു റിപ്പോർട്ടറായിട്ടുള്ള മാർക്കസ് മെർഗ്ലാവ് ആ ഒരു റൂമറിന് വ്യക്തത നൽകിയിട്ടുണ്ട്. മാർക്കസ് വ്യക്തമാക്കുന്ന അനുസരിച്ച് ഇവാൻ ഫെറാണ്ടോ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓപ്ഷനിൽ പോലുമില്ല. ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സ് ചർച്ചകളൊന്നും നടത്തിയിട്ടില്ലെന്നും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഷോർട്ട് ലിസ്റ്റിൽ പോലും ഇല്ലെന്നുമാണ് മാർക്കസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു റൂമർ വരാൻ കാരണം റിപ്പോർട്ടറായിട്ടുള്ള സോഹൻ ബോർഡറാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇവാൻ ഫെറാണ്ടോയെ സ്വന്തമാക്കാനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നുള്ളത്. അത് തീർത്തും ഫേക്ക് ആണെന്ന് ഇപ്പോൾ ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. ISLുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ ഓപ്ഷൻ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.